സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ മകേഷ് വടക്കഞ്ചേരിയാണ്. ഞാനിന്ന് പാലക്കാട് ജില്ല വടക്കഞ്ചേരിയുടെ അഞ്ചുമൂർത്തി മംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണുള്ളത്. ഇവിടെ വളരെ ദയനീയാവസ്ഥയിൽ കഴിയുന്ന, വളരെ രോഗബാധിതയായി കഴിയുന്ന ഒരു കുടുംബത്തിൻ്റെ വീഡിയോസുമായാണ് സുഹൃത്തുക്കളെ മുമ്പിൽ എത്തുന്നത്. കാരണം അവരുടെ ക്യാൻസർ രോഗമാണ് അവർക്ക്. ആ രോഗത്തിന് വേണ്ടിയിട്ട് പണങ്ങൾ നാട്ടിൽ നിന്ന് കടങ്ങൾ വാങ്ങി ഒരുപാട് ചികിത്സിച്ചു. അവർക്ക് ഇപ്പോഴും ഭേദമാവാണ്ട് ഒരുപാട് ചികിത്സിക്കാൻ ഫണ്ടില്ലാണ്ട് ഒരുപാട് ദുരിതം അനുഭവിക്കുകയാണ്. കടബാധ്യത, കിടക്കുന്ന കിടപ്പാടത്തിന് പോലും ആധാരവുമില്ല, പട്ടയമില്ല, ഒന്നും തന്നെയില്ല. പുറംപോക്കിലാണ് നിങ്ങൾ കിടക്കുന്നത്. അതിലൊരു മകളുണ്ട്, ഒരു കുഞ്ഞും മകനുണ്ട്. ഇവർ രണ്ടുപേരും പഠിക്കുകയാണ്. ഇവരുടെ പഠിത്തത്തിന് പോലും മാർഗമില്ല. ആ ചേട്ടനാണെങ്കിൽ അത്യാവശ്യം ചെറിയ ലോഡിങ് പഠി കഴിഞ്ഞിട്ടാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ഈ മക്കളെ നോക്കണം, പ്രായപൂർത്തിയായ കുട്ടിയുണ്ട്. അത് കൂടാണ്ട് ഈ ചികിത്സിക്കാൻ, ഈ രോഗമായി കിടക്കുന്ന ഈ ചേച്ചിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാനും കൊണ്ടുപോകാനും മാത്രമേ അദ്ദേഹത്തിന് സമയം കിട്ടുന്നുള്ളൂ. ജോലിക്ക് പോകാൻ പോലും പറ്റുന്നില്ല. തികച്ചും പട്ടിണിയും ദുരിതവും അനുഭവിക്കുന്ന ആ കുടുംബത്തിൻ്റെ ഒരു വീഡിയോസാണ്. അതായത് പവിത എന്ന 38 വയസ്സുള്ള ഒരു ചേച്ചിയാണ്. ആ ചേച്ചിയും ആ ചേച്ചിയുടെ മക്കളും അവരുടെ ഭർത്താവും ആ കുടുംബവും എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ, അത് സുഹൃത്തുക്കളെ മുമ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ മാക്സിമം കൈവിടരുത്. നിങ്ങൾക്കാവുന്ന ഒരു രൂപയെങ്കിലും ഒരു രൂപ ആ കുടുംബത്തിന് സഹായിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ആ വീഡിയോയിലേക്ക് കിടക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് വളരെ ദയനീയാവസ്ഥയിൽ കഴിയുന്ന, വളരെ ദുരിതത്തിൽ കഴിയുന്ന ഒരു കുടുംബമാണ്. പബിത എന്ന 38 വയസ്സുള്ള ആ സഹോദരി എന്താണ് സുഹൃത്തുക്കളോടും സഹോദരികളോടും പറയാനുള്ളത് എന്താണ് നമുക്കൊന്ന് കേൾക്കാം. ചേച്ചി നമസ്കാരം. എൻ്റെ പേര് ബബിതയാണ്. എനിക്ക് 38 വയസ്സായി. ഇപ്പോൾ ക്യാൻസർ ബാധിച്ചിട്ട് ഇപ്പോൾ സുഖമില്ലാണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചേട്ടന് പണിക്ക് പോകാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ കുട്ടികളിതിപ്പോൾ മോൾക്ക് 18 വയസ്സായി. ഇപ്പോൾ +2 പഠനം പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. പിന്നെ തുടർന്ന് പഠിക്കാൻ ഇപ്പോൾ അവസ്ഥ വളരെ മോശമാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ കീമോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓപ്പറേഷനൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക്. അപ്പോൾ മലത്തിൽ കൂടെ ബ്ലഡ് പോകുന്നുണ്ട്. അപ്പോൾ ഇനി MRI പറഞ്ഞിട്ടുണ്ട്. പിന്നെ തുടർന്ന് മെഡിക്കൽ കോളേജിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മെഡിക്കൽ കോളേജിലാണ് കാണിക്കുന്നത്. ഇപ്പം മെഡിക്കൽ കോളേജിലാണ്, കോഴിക്കോട് പ്രേമ ഡോക്ടറാണ് നോക്കുന്നത്. അപ്പം ഇനി തുടർന്ന് ഇനി ചികിത്സയ്ക്കുള്ള പൈസയ്ക്കൊക്കെ ഭയങ്കര ടൈറ്റാണ്. ഇപ്പോൾ ബുദ്ധിമുട്ടാണ് ഏട്ടന്, പണിക്ക് പോകാനും സാധിക്കുന്നില്ല. അപ്പം ഇനി മുന്നോട്ട് ഇനി എന്താവുന്നറിയിപ്പോൾ ഇരിക്കാൻ വീട് പോലും ഇല്ല. ഇപ്പോൾ കീമോ കഴിഞ്ഞ് വന്ന് വീട്ടിലൊന്നും കിടന്നുറങ്ങാൻ അടച്ചുറപ്പുള്ള റൂം പോലും ഞങ്ങൾക്ക് സെപ്പറേറ്റ് ഇല്ല. അപ്പോൾ അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ മനസ്സറിഞ്ഞ എല്ലാവരും എന്നെ സഹായിക്കണം. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. സങ്കടാവസ്ഥയാണ്. കാരണം ഒരു മകളുണ്ട്, ഇത് മകനാണ്. മകള് ഒരുപാട് നല്ല പഠിക്കാൻ മിടുക്കിയാണ്. വരതന് സ്കൂളുകളിൽ നിരവധി അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു കുട്ടിയാണ്. അതിനുപരി കരോട്ട ടീച്ചറുമാണ്. നമ്മളെ ഇങ്ങനെ അവസ്ഥയിൽ കഴിയുന്ന ചില മക്കൾ വളരെ മാതൃകയാണ് നാട്ടിൽ. പക്ഷെ അവർക്ക് ജീവിക്കാനും പഠിക്കാനും അവസരങ്ങളൊക്കെ തകരാറിലാവുക. നമ്മളെപ്പോലുള്ള സഹോദരന്മാർ ഇവരെയൊക്കെ സഹായിക്കുന്ന നല്ല മനസ്കരാണ്. നിങ്ങളൊക്കെ സഹായിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇവർ കൈയെടുത്ത് കൂപ്പിടുന്നത്. കാരണം എന്താ, മകന്റെ വിവരവും കൂടി നമുക്ക്. മോൻ എന്താ പേര്? സിബിൻ. എവിടെയാ പഠിക്കുന്നത്? GMB അല്ലേ? എത്രയിലാണ്? 4-ലാണ് പഠിക്കുന്നത് അല്ലേ? പഠിക്കാൻ എടുക്കാനാണ് അല്ലേ? അമ്മയോടും അച്ഛനോടൊക്കെ പറയുന്നുണ്ട് സൈക്കിൾ വേണം, കൂട്ടുകാരൊക്കെ സൈക്കിൾ ഓടിക്കുമ്പോൾ എനിക്കും സൈക്കിൾ വേണം എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. ശരിയാണോ? സൈക്കിൾ ആഗ്രഹമാണ് അല്ലേ? എന്തായാലും നമ്മളൊരു സൈക്കിൾ വാങ്ങിക്കൊടുക്കാൻ അല്ലേ? പഠിക്കുവോ? മിടുക്കനായി പഠിക്കുവോ? മിടുക്കനായി മോൻ പഠിക്കാൻ. ഒരു അമ്മയ്ക്ക് അസുഖം വന്നതിൽ വിഷമമുണ്ട് അല്ലേ? നമ്മുടെ അസുഖങ്ങളൊക്കെ മാറ്റാൻ കാണുന്ന നല്ല മോന്റെ ചേട്ടന്മാരും സഹോദരിമാരും സുഹൃത്തുക്കളൊക്കെ നിങ്ങളെ സഹായിക്കും കേട്ടോ. ഇല്ലേ? സഹായിക്കുന്നുള്ള പ്രതീക്ഷയല്ലേ? തീർച്ചയായിട്ടും സഹായിക്കുമെന്നാണ് എൻ്റെ മകൻ പറയുന്നത്. ഒരിക്കലും നിങ്ങൾ കൈവിടരുത്. ഇനി ഇവിടുത്തെ ഒരു പഞ്ചായത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിനോടും അമ്മയടുത്തോടൊന്ന് ചോദിക്കാം. എന്താണ് മാഡം പറയാനുള്ളത്? എൻ്റെ പേര് ശാരദയാണ്. ഞാൻ CDS ചെയർപേഴ്സണാണ്. എൻ്റെ അടുത്ത വീടാണ്. ഇവിടെ ഒരു വളരെ ബുദ്ധിമുട്ടിലാണ്. രണ്ടുപേരും പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പൊ ഇത് വന്നപ്പോ ആർക്കും എവിടെയും പോകാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷെ ഇപ്പൊ പോകാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ കുട്ടികളുടെ പഠിപ്പ്, നമ്മളെ നാട്ടുകാരും എല്ലാം എന്ത് സഹായം ചെയ്താലും അവർക്കത് ആദ്യം വീടും അവർക്ക് ഇരിക്കാൻ എങ്ങനെയും ഒരു വീടും ചികിത്സാ സഹായമൊക്കെ എല്ലാവരുടെ കയ്യിൽ നിന്നും കൊടുത്താൽ അത് വലിയൊരു ഉപകാരമായിരിക്കും. കുട്ടികളുടെ പഠനത്തിനും
ഈ വീടൊക്കെ പുറമ്പോക്ക് പോലെയാണ്. അതെ. ആധാരവും ആ. പേപ്പറൊന്നും ഇല്ലാതെ ഇല്ലാത്ത ആധാരവും പേപ്പറൊന്നും ഇല്ലാത്തതാണ് സ്ഥലം. വാങ്ങിക്കാൻ പോലും ഇല്ലേ? പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പൊ ഇവരുടെ പക്ഷെ ചികിത്സയ്ക്ക് അതൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കടങ്ങളൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. കടത്തിലാണ് അതെ. അല്ലേ? അതെ. അപ്പൊ നിങ്ങള് ഇവിടുത്തെ നാട്ടുകാർ അത്യാവശ്യം ആദ്യമൊക്കെ അത്യാവശ്യം സഹായിച്ച ആദ്യമൊക്കെ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ അങ്ങനെ സഹായിക്കാൻ പറ്റിയ ഒരു ഒരു ഏരിയ അല്ല. 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 വളരെ ആള് കുറഞ്ഞ ഒരു മേഖലയാണ്. അതുകൊണ്ടാണ് അങ്ങനെ അത്യാവശ്യം അതെ സാമ്പത്തികമായിട്ടുള്ളവരല്ലല്ലോ. എന്നാലും ആകുന്ന രീതിയിലൊക്കെ സഹായിക്കുന്നുണ്ട്. അതിൽ കവിഞ്ഞ് കഴിയില്ലല്ലോ. ചേച്ചിയുടെ ഭർത്താവ് ഇവിടെ നിൽപ്പുണ്ട്. ചേച്ചിയുടെ ഭർത്താവിനോട് എന്താണെന്ന് ചോദിക്കാം. ആള് ലോഡിങ് അത്യാവശ്യം പണിയൊക്കെ ചെയ്ത് ഈ കുടുംബം വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരുന്നത്. വലിയ ബംഗ്ലാവൊന്നും വെക്കാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യം മക്കളെ പഠിപ്പും ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം ചോദിക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്താണ് ജീവിതത്തിൽ പറ്റിയ അവസ്ഥകൾ? ജീവിതത്തിൽ പറ്റിയത് ഇനിയിപ്പോൾ തുടർ ചികിത്സയ്ക്ക് ഇനിയിപ്പോൾ നമ്മൾക്കൊന്നും സാമ്പത്തികമായിട്ടൊന്നുമില്ല. നമ്മളിപ്പോൾ ഇരിക്കുന്നത് തന്നെ ഈ ഒരൊറ്റൊരു മുറി വീട്ടിലാണ്. നമ്മളിപ്പോൾ ഒരു ഡ്രസ് മാറാൻ പോലും ഒരു ഇതില്ല. അപ്പോഴേക്കാണ് ഞങ്ങൾ രണ്ടാളും വർക്കിന് പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോഴേക്കും പിന്നെ അവർക്ക് ഇങ്ങനെ സംഭവിച്ചപ്പോൾ പിന്നെ എനിക്ക് വേറെ നിവൃത്തിയില്ല. കാരണം പണിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയായി. അത്യാവശ്യം ഇപ്പോൾ ഞാൻ വയ്ക്കൽ വണ്ടിയിൽ മറ്റേ അടുക്കാൻ വേണ്ടി പോകുന്ന ആളാണ്. അത്യാവശ്യം 1-2 ലോഡിനൊക്കെ പോകാൻ പറ്റുന്നുള്ളൂ. എങ്ങനെയെങ്കിലും ഇത് കാണുന്ന ആൾക്കാർ സഹായിക്കണം, മനസ്സറിഞ്ഞൊന്ന് സഹായിക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഒരു ചെറുപ്പക്കാരൻ്റെ അവസ്ഥ, കാരണം പണിയെടുക്കാൻ മനസ്സുണ്ട്, പക്ഷേ ഈ പ്രായപൂർത്തിയായ മക്കൾ, കാരണം ഇവിടെ കംപ്ലീറ്റ് പാമ്പ് ശല്യങ്ങൾ, അതുപോലെ പറയുന്ന കേട്ടോ താഴെ കിടന്നിരുന്നതാണ് മകളുടെ മുമ്പിൽ അടുത്തുമൊക്കെ പാമ്പുകളൊക്കെ വന്ന് കയറിയും അല്ലേ, വന്ന് കയറിയും അവർ ഈ 2 കട്ടിലിനകത്താണ് ഈ 3-4 പേരും കൂടി ചുരുണ്ട് കിടക്കുന്നത്. പിന്നെ തന്നെ കഴിഞ്ഞാൽ ഒരു ഉറപ്പില്ല വീട്ടിന്. 2 മരക്കഷ്ണം അടിച്ച 2 കതവുകൾ. ഒന്ന് കണ്ടു നോക്കേ, ഒന്ന് തുറന്നേ കതവ്. കണ്ടോ, ഇതാണ് അവസ്ഥകൾ. ലോകത്ത് എന്താ പറയുക, ഒരുപാട് മനസ്സ് വളരെ ദുരിതങ്ങളാണ് ഈ കുടുംബത്തിന്. വളരെ മോശമായ അവസ്ഥ. അതുപോലെ നമുക്ക് സങ്കടം വരുന്നത്, പഠിക്കാൻ മിടുക്കിയായ ഒരു മകള് ഇതാ കണ്ടില്ലേ, ഇതിപ്പോൾ അവളുടെ കിട്ടിയ അംഗീകാരങ്ങൾ ചാക്കിനകത്ത് കെട്ടിവെച്ചിരുന്നത്. ഞാൻ വന്ന് ചോദിച്ചു, ഇവിടെ ഇതാ ഈ ടേബിളിന് പുറത്തിരിക്കുന്ന ഇതാർക്കാണ് ഈ അംഗീകാരങ്ങൾ കിട്ടിയത്? സ്വന്തം മോള് വാങ്ങിക്കൂട്ടിയ അംഗീകാരങ്ങളാണ്. അവൾക്കും മനസ്സിൽ ആഗ്രഹങ്ങളുണ്ട്. എൻ്റെ ഈ കുടുംബം ഇങ്ങനെ ആയിപ്പോയി, പഠിച്ചു വളർന്ന് എൻ്റെ ഈ കുടുംബത്തെ രക്ഷിക്കണമെന്ന് മകളും അവരുടെ അച്ഛനും എല്ലാവരും ആഗ്രഹിക്കുന്നു. കണ്ടില്ലേ, ഒരുപാട് അവാർഡുകൾ, ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയ ഒരു മകളാണ്. കണ്ടില്ലേ, അതിന് പോരാത്തതിന് ഇതാ ഇവിടെ ഒരു സഞ്ചിയിൽ ആക്കി മൂലയിൽ വെച്ചിരിക്കുകയാണ്. ആ സഞ്ചിയിൽ ചാക്കിൽ കെട്ടി വെച്ചിരിക്കുക, എവിടെ വയ്ക്കാൻ പോലും സ്ഥലമില്ല. വളരെ ദയനീയാവസ്ഥയാണ്. കൈ വിടരുത് നിങ്ങൾ. നിങ്ങൾക്കുണ്ടാവുന്ന 1 രൂപയെങ്കിലും 1 രൂപ ഈ കുടുംബത്തിന് സഹായിക്കണം. അതുപോലെ നമ്മുടെ പല നാട്ടുകളിലും പല ദുരിതങ്ങൾ അനുഭവിക്കുന്നിടത്തും ഓടിയെത്തുന്ന ഒരുപാട് പാസ്റ്റർമാരുണ്ട്. അവർക്ക് ദൈവ ചൈതന്യം, ദൈവ പ്രാർത്ഥനയും അവർക്ക് ആഹാരങ്ങളും ഒക്കെ കൊണ്ടെത്തിക്കുകയും നിരവധി സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആ പാസ്റ്റർമാർ ഏതൊരു സമയത്ത് ഓടിയെത്തും. നിങ്ങളുടെ കഷ്ടം അനുഭവിക്കുന്ന കുടുംബങ്ങൾ, ആ പാസ്റ്റർ അവർ എന്താണ് പാസ്റ്റർമാർ നമുക്ക് പറയാനുള്ളതെന്ന് അവരുടെ വേടിയും കൂടെ നമുക്ക് കേൾക്കാം. പാസ്റ്റർ നമസ്കാരം. നമസ്കാരം. ഞാൻ മഹേഷ് വടക്കഞ്ചേരിയാണ്. എൻ്റെ പേര് പാസ്റ്റർ സജീഷ്, കോട്ടയക്കുളം. കോട്ടയം. എവിടെയാണ് പ്രാർത്ഥനയൊക്കെ? കോട്ടയക്കുളമാണ് പ്രാർത്ഥന കേന്ദ്രം. ഞങ്ങൾ സുവിശേഷ പ്രവർത്തനമാണ്. ഞങ്ങൾ 2 പേരുണ്ട്. ഞങ്ങളൊരു 1.5 വർഷം മുമ്പാണ് ഈ വഴിക്ക് വന്നത്. വന്നപ്പോഴാണ് ഈ ഭവനത്തിൽ ഞങ്ങളൊരു ലഘുലേഖ കൊടുത്തു. എന്നിട്ട് ആ സഹോദരി സംസാരിച്ച് കുറേ വിശേഷങ്ങൾ അവർ പങ്കുവെച്ചു. അപ്പോൾ ആ കൂട്ടത്തിൽ അവരുടെ അവസ്ഥകൾ ഞങ്ങളോട് പങ്കുവെച്ചു. കൂലി വേല ചെയ്ത് അന്നന്ന് കിട്ടുന്നത് കൊണ്ട് ഉപജീവിക്കുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ തന്നെ ഒരു നേരം പണിക്ക് പോയില്ലെങ്കിൽ അന്ന് ബുദ്ധിമുട്ടാകുന്ന ഒരു കുടുംബമാണ്. ഞങ്ങൾക്ക് മനസ്സിലായി. അവരുടെ വീടിൻ്റെ അവസ്ഥകളൊക്കെ ഞങ്ങൾ കാണിച്ചു. അങ്ങനെ ഒരു 7 മാസം മുമ്പാണ് പുള്ളിക്കാരിക്ക് ക്യാൻസർ ഇങ്ങനെ പിടിപെടുന്നത്. വളരെ ദയനീയമായ അവസ്ഥയാണ്. ആ ചേട്ടന് ജോലിക്ക് പോകാൻ പറ്റാതെയായി. അങ്ങനെ ഞങ്ങളെ കൊണ്ടാവുന്നത് അന്ന് കയ്യിലുള്ളതുപോലെ ഞങ്ങൾ കൊടുക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വളരെ അവസ്ഥയാണ്. മകള് നന്നായി പഠിക്കുന്ന മകളാണ്. നിങ്ങൾ കണ്ടല്ലോ അംഗീകാരങ്ങളൊക്കെ. അത് +2 വരെ പഠിച്ചെങ്കിൽ +2 പൂർത്തിയാക്കാൻ പറ്റിയില്ല. പാതി വഴിയിൽ അത് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഇപ്പോൾ അത് ആ മകള് പഠിക്കുന്ന കാലത്ത് കരോട്ട പഠിച്ചത് കൊണ്ട് ചെറിയൊരു മാസ്റ്ററായിട്ട്, അത് വലിയൊരു കാര്യമൊന്നുമില്ല എങ്കിലും ചെറിയൊരു ഇതായിട്ട് പോവുകയാണ്. മകൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അത് വല്ലാത്തൊരവസ്ഥയാണ് അവരുടെ അവസ്ഥ. എങ്കിലും കഴിയുന്നത് ഇത് കാണുന്ന വ്യക്തികൾ
കൊടുത്ത് സഹായിക്കുമെങ്കിൽ വളരെ നന്നായിരുന്നു. കാരണം അവരുടെ രോഗത്തിന് ചികിത്സയ്ക്ക് ആവശ്യമായത്, അവരുടെ ഉപജീവനത്തിന് ആവശ്യമായത്, ഒന്ന് ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത ഒരാൾ ജോലി ചെയ്തിട്ടാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ചെയ്തിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും പാസ്റ്ററുടെ വിഷമങ്ങൾ, കാരണം പല പട്ടിണി കിടക്കുന്ന സമയങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും ഓടിയെത്തി അവരെ സഹായിക്കുന്ന മഹാവ്യക്തിത്വത്തിൻ്റെ മഹാമനസ്സിൻ്റെ ഉടമകളാണ്. കാരണം ഞാൻ പല മേഖലകളിലും കണ്ടത്, എപ്പം ഇതുപോലെ ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങളിൽ ചെന്ന് കയറുമ്പോൾ അവർ പറയും അത്യാവശ്യം പാസ്റ്റർമാർ വന്നു, ആഹാരത്തിന് തന്നു, കൊണ്ടുപോയി സഹായിക്കുന്നുമുണ്ട്. അത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷം. പാസ്റ്റർ നമസ്കാരം. എന്താണ് പറയുന്നത്? എൻ്റെ പേര് രാജു എന്നാണ്. അപ്പോൾ ആൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വന്നപ്പോഴാണ് ഇത് കണ്ടത്. ഇപ്പോൾ സുമനസ്സുകളുടെ സ്നേഹത്തിനും സഹായത്തിനും സഹകരണത്തിനും 100% ഈ കുടുംബം യോഗ്യരാണ്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ വന്നു, കണ്ടു, ഞങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവരുടെ അവസ്ഥകൾ കണ്ടപ്പോൾ വളരെ ധൈര്യം തോന്നി. പക്ഷെ ഞങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട്, അത് ആ വിധത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് കാണുകയും കേൾക്കുന്ന സുമനസ്സുകൾ തീർച്ചയായിട്ടും ഇവരൊരു കൈത്താങ്ങി അവരൊന്ന് ഉദ്ധാരണം ചെയ്ത് ഒന്ന് ഉയർത്തിക്കൊണ്ട് വരാനുള്ള കടമ നമുക്കെല്ലാവർക്കും ഉണ്ട്. അതെല്ലാം ചെയ്യണം. 100% യോഗ്യരാണ്. അതാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. ആ വിധത്തിൽ കാര്യങ്ങൾ ചെയ്യണം എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോരുത്തരുടെയും മനസ്സിൽ ദുഃഖമാണ്. അത് എന്തായാലും ഈ കുടുംബത്തെ നിങ്ങൾ കൈവിടില്ല എന്നുള്ള ഒരേക പ്രതീക്ഷ ഈ കുടുംബത്തിനോടുണ്ട്. 5-ാം വാർഡിലെ മെമ്പർ അടുത്തുണ്ട്. അദ്ദേഹത്തിന് മാക്സിമം ഒരുപാട് സപ്പോർട്ടുകളൊക്കെ കുടുംബത്തിന് ചെയ്യുന്നുണ്ട്. എങ്കിലും ഇതിന് ആധാരവും പട്ടയവും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിയമപരമായിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്താണ് മെമ്പർ പറയുന്നതെന്ന് കൂടി നമുക്കൊന്ന് കേൾക്കാം. നമസ്കാരം. എന്താണ് ഈ കുടുംബത്തെ കുറിച്ച് പറയാനുള്ളത്? കുടുംബം എനിക്ക് വളരെ ചെറുപ്പം മുതലേ ഇവരുടെ ഫാമിലി മുഴുവൻ എൻ്റെ പണിക്കാരായിരുന്നു. പഴയകാലങ്ങളിൽ പയ്യൻ വലുതായ ശേഷം നമ്മളോട് വലിയ സ്നേഹവും സൗഹൃദമൊക്കെ ഉണ്ട്. ഞാൻ അവരുടെ കാര്യങ്ങൾ എന്നും കെയർ ചെയ്യുന്ന ഒരാളാണ്. ഞാനിത് ഇവര് ഇരിക്കാൻ വീടില്ലാത്തൊരവസ്ഥ വരുമ്പോ ഒരു ഷെഡ് കെട്ടണം, കറണ്ട് കിട്ടില്ല, കാരണം പട്ടയമില്ല, ആധാരമില്ല എന്നുള്ള അവസ്ഥയിലേക്ക്. പിന്നെ കറണ്ട് കിട്ടാൻ വഴിയില്ല. ഞാൻ വേറെ എൻ്റെ അന്നത്തെ സ്വാധീനം വെച്ച് ഞാൻ കറണ്ട് എടുത്ത് കൊടുക്കാൻ സംവിധാനം ചെയ്തു. കറണ്ട് ഉണ്ട്, നിലവിൽ കറണ്ടോടുകൂടി ഇരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പിന്നെ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ വലുതായി. മോള് പിന്നെ 18-19 വയസ്സ് കഴിഞ്ഞു. പയ്യൻ സ്കൂളിൽ പോകണം. അവനൊരു അത്യാവശ്യം ജീവിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ വരുമ്പോഴേക്കും അവൾക്ക് പെട്ടെന്ന് തന്നെ ഈ മാരകമായ അസുഖം ക്യാൻസറാണ്. ക്യാൻസർ പിടികൂടി വളരെ പെട്ടെന്ന് തന്നെ സ്പ്രെഡായി വളരെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറുകയും വിവിധ ആശുപത്രികളിലൊക്കെ കുറെ ചികിത്സയ്ക്ക് പോയി. പല ആളുകളുടെയും സുമനസ്സുകളായ ആളുകളുടെയും പരിസരവാസികളുടെ ഒക്കെ സഹായത്തോടു കൂടി കുറെ ഫണ്ട് കളക്ട് ചെയ്യാൻ പറ്റി. ഞാനും എൻ്റെതായ സ്വാധീനം വെച്ച് എനിക്ക് എൻ്റെ സുഹൃത്ത് ഒരു അമേരിക്കയിൽ ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്തുമായി ബന്ധപ്പെട്ട് കുറച്ച് ഫണ്ട് കളക്ട് ചെയ്യാൻ കഴിഞ്ഞു. ഞാൻ എൻ്റെ വ്യക്തിപരമായ കുറെ സ്വാധീനങ്ങൾ വെച്ച് അങ്ങനെ തുടങ്ങി എല്ലാ ആളുകളും ഇവിടുത്തെ പ്രാദേശികമായ ആളുകളുടെയൊക്കെ സഹായം, മറ്റു രീതിയിലുള്ള സഹായവും സഹകരണങ്ങളൊക്കെ കൊണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ആവുന്നില്ല. കാരണം തുടർ ചികിത്സയ്ക്ക് വേണ്ട സാഹചര്യങ്ങൾ, അത്യാവശ്യം ജീവിക്കാൻ വേണ്ട കാര്യങ്ങൾ, മോളുടെ വിദ്യാഭ്യാസം, മോന്റെ വിദ്യാഭ്യാസം, അത്യാവശ്യം പഠിക്ക് പോകാൻ കഴിയില്ല, മറ്റൊരു ആശ്രയമില്ലാത്തതുകൊണ്ട്. അപ്പൊ ആ ഒരു കാരണത്തിൽ വീടും ഇല്ലാത്തൊരു അവസ്ഥ വരുമ്പോ വല്ലാത്തൊരു പരിതാപമാണ്. ഞാൻ അതിനുവേണ്ടി കുറെ പരിശ്രമിച്ച ആളാണ്. പട്ടയം ഇല്ലാത്തതുകൊണ്ട് ഈ ഇരിക്കുന്ന സ്ഥലം തന്നെ 16 മീറ്റർ 18 മീറ്റർ വഴിയായിട്ടാണ് BTR കിടക്കുന്നത്. അതിനെ ഒഴിവാക്കാനുള്ള മറികടക്കാനുള്ള പണി ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് എനിക്കൊരു കമ്മിറ്റി ഉണ്ട് വില്ലേജുമായി ബന്ധപ്പെട്ട്. അതിൽ നിന്ന് ഞാൻ നാളെ പിന്നെ കളക്ട് ചെയ്ത് പിന്നെ ഈ സർവേ നമ്പർ എടുത്ത് ഇത് അവർ കുടിയിരിപ്പായിട്ട് കൊടുക്കുന്നതിന് പഞ്ചായത്തിന് വിരോധമില്ല എന്ന ഒരു സർട്ടിഫിക്കറ്റ് ഹാജരായി കഴിഞ്ഞാൽ പട്ടയം തരാമെന്ന് വില്ലേജ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനുള്ള സാധ്യതകളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും ആവുന്നില്ല. അപ്പൊ എല്ലാ ആളുകളുടെയൊക്കെ സഹായം, ആരാണോ സഹായിക്കുന്ന ഈ കാലത്ത് അവരുടെയൊക്കെ പിന്നെ സഹായങ്ങൾ കിട്ടിയാൽ ഒരുപക്ഷെ അവർക്ക് ഇരിക്കാൻ ഒരു ചാള അല്ലെങ്കിൽ ഒരു വീട്, ഒരു അടച്ചുറപ്പുള്ള ഒരു വീട് എന്നുള്ള സംവിധാനത്തിലേക്ക് എത്താൻ എല്ലാവരുടെയും സഹായം ഉണ്ടാവണം. അതാണ് ഞാൻ വളരെ തീവ്രമായ രീതിയിൽ അതിനുള്ള പരിശ്രമം ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. എല്ലാവരും കേൾക്കുന്നവരും കാണുന്നവരും ഒക്കെ ഇതിന് സഹായിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ വളരെ നല്ലത്. ഏറെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും മഹേഷ് ഇതിന് ഇറങ്ങി പുറപ്പെട്ടതിന് വലിയൊരു കാര്യമായിട്ട് തോന്നി. ഞാൻ നമ്മൾ തമ്മിലുള്ള ബന്ധം വെച്ചുകൊണ്ട് തന്നെ മഹേഷ് അതിന് കുറച്ചുകൂടെ പിന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് ഞാൻ ഈ രീതിയിൽ ചെയ്യുമ്പോൾ മഹേഷ് കുറെ കാലമായിട്ട് ചാറ്റിലുള്ളത് കൊണ്ട് മഹേഷിന്റെ ബന്ധങ്ങളും ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. എല്ലാവരും കൂട്ടായി നമുക്ക് ആ കുടുംബത്തെ കരകയറ്റാൻ, ആ കുട്ടിയുടെ ആരോഗ്യം മുണ്ടെടുക്കാൻ ചെയ്യാവുന്നതിന് പരമാവധി ചികിത്സാപരമായും മാനസികപരമായിട്ടും ഒക്കെ നമുക്ക് സഹായിക്കാൻ ഉള്ള
തീരുമാനമെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ മെമ്പർ പറയുന്നത് എല്ലാവരുടെയും ഒരു കൂട്ടായ്മ ഇതിന് ആവശ്യമാണ് എന്നാണ് മെമ്പർ പറയുന്നത്. മെമ്പറെ കൊണ്ട് ആവുന്ന രീതി അത് ഇവിടെ വരുമ്പം തന്നെ നമ്മൾ അറിഞ്ഞു മെമ്പർ വളരെ ആത്മാർത്ഥമായി ഇവർക്ക് ഈ കുടുംബത്തിന് വേണ്ടി ആത്മാർത്ഥമായി സഹായിക്കുന്നത് മെമ്പർ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ അറിഞ്ഞു. പക്ഷേ നമ്മുടെ മെമ്പറാണ് ഈ വാർഡിലെ മെമ്പർ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു പെട്ടെന്ന്. പക്ഷേ എന്തായാലും അദ്ദേഹത്തിന്റെ ആ നല്ല മനസ്സും ആ ഇതും ഈ കുടുംബത്തിനോടൊപ്പമുണ്ട്. എങ്കിലും നമുക്കുമുണ്ട്. നമ്മൾ കാണുന്ന ഈ വീഡിയോസ് മാക്സിമം നന്മയുടെ പാദങ്ങളുടെ കൈകളിലെത്തും വരെ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുത്ത് ഈ കുടുംബത്തെ സംരക്ഷിക്കുമെന്നുള്ള നിങ്ങൾ സഹായിക്കുമെന്നുള്ള ഏകപ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ക്യാമറമാൻ സുമാരനൊപ്പം മഹേഷ് വടക്കഞ്ചേരി. നന്ദി, നമസ്കാരം.